ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. ദൈവത്തോളം വലിപ്പമുള്ള വചനം ഇന്ന് നിങ്ങളോട് പറയാൻ പോവുകയാണ്. വചനം കേൾക്കുമ്പോൾ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കർത്താവ് തരും. വചനം പറയുന്നതിന് മുമ്പ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തൊരു ഫാമിലിയുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ ബ്ലെസ്സഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ തൊടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ ശക്തിയും നിൻ്റെ കൃപയും നിൻ്റെ ആത്മാവും ഇറങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം എടുക്കാം. അതിനകത്തുനിന്ന് ഒരു വാക്യം വായിക്കാം. 4-ാമത്തെ വാക്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഇത് യേശു സാത്താന് കൊടുത്ത ഒരു മറുപടിയാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം യേശുക്രിസ്തു യോഹന്നാൻ്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനമേറ്റു. വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ പരിശുദ്ധാത്മാവ് പ്രാപെന്ന രൂപത്തിൽ ആരുടെ മേൽ വന്നു? പുത്രൻ്റെ മേൽ വന്നു. പിതാവ് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, നിങ്ങൾ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദം മേളിൽ നിന്നുണ്ടായി. അപ്പം പുത്രൻ ജലത്തിൽ, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ, പിതാവ് സ്വർഗത്തിൽ, തൃത്വം വെളിപ്പെട്ട മഹനീയമായ ഒരു അനുഭവമാണ് സ്നാനം. ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ മർക്കോസ് പറയുന്നു, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അവിടെ അവൻ 40 ദിവസം ഉപവാസത്തിലായിരുന്നു. ആര്? യേശു. എത്ര ദിവസമാ ഉപവസിച്ചാൽ വിശക്കുമോ? ഭയങ്കരമായിട്ട് വിശക്കും. സത്യം പറയുക, വിശക്കും. പിന്നെ ഇങ്ങനെയൊക്കെ പൊത്തിപ്പിടിച്ച് ഗ്ലോറി സ്തോത്രം ഇങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കുകയേ ഉള്ളൂ. ഉപവസിച്ചാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? വിശക്കും, നല്ലതായിട്ട് വിശക്കും. അല്ലെങ്കിൽ ഉപവസിച്ച് നോക്കാം പറയാം. ആ ടൈമൊക്കെ ആകുമ്പോൾ നല്ലതായിട്ട് വയറിനകത്തൊരു പുകച്ചിലും പെട്ടെന്നുള്ള വെള്ളമൊക്കെ ആൾക്കാർ കുടിക്കും. അങ്ങോട്ട് സഹകരിക്കണം. ഉപവസിച്ചാൽ വിശക്കും. സാത്താൻ യേശുവിൻ്റെ അടുക്കൽ വന്നിച്ച് പറയുക, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലൊന്ന് അപ്പമാക്കിത്താ. എടാ, ഇത്രയും ശക്തിയുള്ള ദൈവത്തിനെ ഒന്ന് ചുമ്മാ പറഞ്ഞാൽ പോരെ? ഈ കല്ലൊന്ന് പറഞ്ഞാൽ അപ്പമാകത്തില്ലയോ? ഇനി അങ്ങനെ അപ്പം ആയാലോ? കല്ല് എത്ര കല്ലുണ്ട്? നാട്ടുകല്ല്, കാട്ടുകല്ല്, വെട്ടുകല്ല്, കരിങ്കല്ല്. വട്ടയപ്പം കൊണ്ട് വീട് കെട്ടേണ്ടി വന്നേ. പിടി കിട്ടിയോ? അപ്പം സാധാരണ യേശുവിൻ്റെ ഇടയ്ക്ക് ചെന്ന ഈ കല്ലൊന്ന്. അപ്പം കർത്താവ് കൊടുത്ത മറുപടി കേൾക്കണോ? സാത്താനെ, അപ്പം തിന്നുന്ന തലമുറ നീ കണ്ടിട്ടുള്ളൂ, എന്നാൽ വചനം തിന്ന് ജീവിക്കുന്നൊരു തലമുറ എഴുന്നേക്കാൻ പോവാ. അതാ ദൈവം കൊടുത്തതിൻ്റെ മറുപടി. ഒന്നുകൂടെ കയറി പറയാം, പിശാചെ, അപ്പം തിന്ന് ജീവിക്കുന്ന മക്കളെ നിനക്കറിയത്തുള്ളൂ. ഞാൻ ഭൂമിയിൽ വന്നത് വചനം കൊണ്ട് ജീവിക്കുന്നൊരു തലമുറ എഴുന്നേക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദൈവവചനത്തിന്റെ സ്ഥാനം ഭയങ്കരമാണ്. അത് സ്വീകരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ശക്തി നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. പണ്ടൊക്കെ സീരിയലുകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടം, സിനിമ കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടം. ഇന്ന് അതിൻ്റെയൊക്കെ പ്രസക്തി പോയിട്ട് ഇപ്പം സകല സ്ഥലത്തും വചനം 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 ഇങ്ങനെ വെളിപ്പെടുക. സകല മനുഷ്യരും വചനത്തിലേക്ക് വരിക. ഞാൻ നിങ്ങളോട് പറയാം, ഇങ്ങനൊന്നും അല്ല, ഞാൻ ഇതിനെക്കാട്ടി വലിയ ഒരു ഉണർവ് താമസിയാതെ പ്രതീക്ഷിക്കുന്നുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റൂ? ചിലരോടാ കർത്താവിന്റെ ദൂത്, നീ പ്രാർത്ഥിച്ചോ കുഞ്ഞെ, ഇതുവരെ നടക്കാത്ത പല കാര്യവും കർത്താവ് ചെയ്യാൻ പോവുക. വചനത്താൽ ചിലരെ ദൈവം പിടിച്ചടിപ്പിക്കട്ടെ. ദൈവവചനത്താൽ ചിലരെ ദൈവം ചേർത്ത് നിർത്തട്ടെ. അപ്പം നമുക്ക് വാക്യത്തിലേക്ക് വരാം. അപ്പം യേശു പറയുകയാണ്, മനുഷ്യൻ വചനം കൊണ്ട് എന്ത് ചെയ്യും? ജീവിക്കും. അപ്പം നമ്മൾ ഒന്നാമത്തെ ആശയം, വചനം കൊണ്ട് വേണം
ദൈവമക്കൾ ജീവിക്കാൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത അറിയാത്തവരുണ്ട്. ഒരു മകൻ ഒരിക്കൽ ഗൾഫിലൊരു രാജ്യത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ അവൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാം കൂടെ അവരുടെ ഒരു കമ്പനിയിലേക്ക് നല്ലൊരു പൊസിഷനിലേക്കുള്ള ജോലി ശരിയാക്കിയിട്ട് അവന് അവിടെ നിന്ന് വിസ അയച്ചു കൊടുത്തു. എന്നിട്ട് അവൻ കൂട്ടുകാർ പറഞ്ഞടാ, വരുമ്പം മീനച്ചാർ കൊണ്ടുവരണം, മാങ്ങാച്ചാർ കൊണ്ടുവരണം, സ്തോത്രം, തേങ്ങാച്ചാർ കൊണ്ടുവരണം, പിന്നെ ഒലിവിൻ്റെ അച്ചാർ കൊണ്ടുവരണം. ഇവർ പറഞ്ഞ അച്ചാറെല്ലാം പറക്കി കെട്ടി ഒരു ബാഗ് നിറച്ച് സാധനവുമായിട്ട് ഇവൻ അവിടെ ചെന്നു. ഇവൻ്റെ അമ്മ മെടിക്കുകയായിരുന്നു. അച്ചാറിനിടയ്ക്ക് മറ്റൊരു സാധനം കൂടെ പൊതിഞ്ഞു വെച്ചായിരുന്നു, ഒരു ബൈബിള്. അവിടെ ചെന്നിറങ്ങി കൂട്ടുകാരെല്ലാം നോക്കി നിൽക്കുമ്പം അങ്ങോട്ട് തുറന്നപ്പോൾ ഒന്നാമതിരിക്കുന്നു സത്യവേദ പുസ്തകം. കൂട്ടുകാർ കളിയാക്കി, ഓ ഉപദേശിയായോ എന്ന് ചോദിച്ചപ്പം ഇവർ നാണം കേടുണ്ടായി. ഹല്ലേലൂയ. വൈകിട്ട് ഫ്രണ്ട്സ് എല്ലാം പോയപ്പം അമ്മയെ അങ്ങോട്ട് വിളിച്ചു, അമ്മ എന്നെ നാണം കെടുത്തിയല്ലേ? എന്നാ മോനെ? സ്തോത്രം. അമ്മ എന്തിനാ എൻ്റെ ബാഗിനകത്ത് ബൈബിൾ വെച്ച് വിട്ടേ? മോനെ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അതെടുത്ത് കബോർഡിൽ വെച്ചേര്, നീ അത് തിരക്കുന്ന ദിവസങ്ങൾ വരുന്നുണ്ട്. അമ്മ വെളിപ്പാടുള്ളവളാ. കൊല്ലം 1-2 ജോലിയിൽ മുന്നോട്ട് പോയി. ഫൈനാൻസിങ് സെക്ഷനാണ് അവൻ്റെ ജോലി. സ്തോത്രം. ഒരു ദിവസം വൈകിട്ട് കമ്പനി ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, നാളെ രാവിലെ നിന്നെ അറസ്റ്റ് ചെയ്യും. എന്താ കാര്യം? കോടിക്കണക്കിന് രൂപ കമ്പനിയിലെ കാണാനില്ല. നിന്റെ ടേബിൾ വരെ പണം വന്നത് കാണാം, പിന്നെ അത് എങ്ങോട്ട് പോയെന്നറിയത്തില്ല. രാത്രി മുഴുവൻ കമ്പ്യൂട്ടറെ കയറിയിരുന്നു അവൻ. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഫൈനാൻസ് മൂലം ചെക്ക് ചെയ്തു, അവനും അറിയത്തില്ല ഫണ്ട് എങ്ങോട്ട് പോയെന്ന്. സ്തോത്രം. ഇവൻ്റെ കയ്യിൽ മാത്രമേ അതിൻ്റെ കൺട്രോളുള്ളൂ. സ്തോത്രം. രാത്രി GM വിളിച്ചു പറഞ്ഞു, നാളെ രാവിലെ 9 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകണം. രാത്രി 12 മണിക്ക് അമ്മയെ വിളിച്ചു, അമ്മേ ഞാനൊരു വലിയ കുടുക്കില്ല അമ്മേ ഞാൻ എന്തോ ചെയ്യണം അമ്മേ? മോനെ, ആയുധം നിന്റെ ഞാൻ തന്നിട്ടിട്ടുണ്ട്. എന്തിയടാ മോനെ? കബോർഡിൽ വെച്ച ബൈബിൾ ഉണ്ടമ്മ അവിടെ, അതെടുക്കടാന്ന് പറഞ്ഞു. മുഴകാലിൽ നിൽക്കടാ, അത് വിടർത്തി വായിര്, നാളെ നീ അത്ഭുതം കാണുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് താൻ സ്റ്റേഷനിൽ പോലീസിൽ ചെന്ന് സറണ്ടറാകാൻ ചെല്ലുമ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന കമ്പനിയുടെ ആള് പറഞ്ഞു, സ്തോത്രം, നീ കമ്പനി ചെന്നു. വെളുപ്പിന് 4 മണിയായപ്പം GM തന്നെ ഫണ്ട് പോയ മേഖല കണ്ടുപിടിച്ചു. നീ അല്ല യഥാർത്ഥ പ്രിയ രാവിലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവൻ കമ്പനി ചെന്നേച്ച് അവൻ്റെ പ്രൊമോഷൻ കൂടെ കൊടുത്തപ്പം ആ പ്രൊമോഷന്റെ ലെറ്റർ മാച്ച് വെളിയിലോട്ടിറങ്ങിയച്ച് അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മ തന്ന ബൈബിളിന്റെ വില ഇന്ന് ഞാൻ അറിഞ്ഞു. അന്ന് അച്ചാറിനായിരുന്നു വില, ഇന്ന് എനിക്ക് വചനത്തിനാ വില. കുഞ്ഞെ, തിരിച്ചറിയ, നിന്റെ ജീവിതത്തിൽ വിലയില്ലാതെ മാറ്റിവെച്ചേക്കുന്ന ഒന്നാ ബൈബിളെങ്കിൽ ഇന്ന് തൊട്ട് അതിന് വില ഉണ്ടാകട്ടെ. നിന്റെ ഹൃദയത്തിൽ അതിന് സ്ഥാനമുണ്ടാകട്ടെ. വേദപുസ്തക വെളിപ്പാടിലേക്ക് നമുക്ക് വരാം. ഹല്ലേലൂയ. ജീവിപ്പിക്കുന്ന വചനം. ഒരാമീൻ പറഞ്ഞാട്ട്. നീ രോഗിയാണോ? ഈ വചനം നിന്നെ ജീവിപ്പിക്കട്ടെ. നീ പ്രശ്നമുള്ളവനാണോ? ഈ വചനം നിന്നെ ജീവിപ്പിക്കട്ടെ. നീ തകർച്ചയുള്ളവനാണോ? ഈ വചനം നിന്നെ ജീവിപ്പിക്കട്ടെ. എനിക്കൊരു കാര്യം ഉറപ്പായി, ഇന്ന് വചനത്താൽ ചിലർക്ക് വിടുതലുണ്ട്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിന്റെ സന്തതിയിലേക്ക് ആ വചനം ക്രിയ ചെയ്യട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് ആ വചനം പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നിന്റെ ജീവിതത്തിൽ നീ നിരാശപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോഴൊക്കെ ഈ ബൈബിൾ എടുത്ത് അങ്ങോട്ട് വായിക്കണം. പല ആവർത്തി വായിക്കണം. ബൈബിൾ വായിച്ച സമ്പത്ത് ഉണ്ടാവും കുഞ്ഞെ. ബൈബിൾ വായിച്ച സൗഖ്യം ഉണ്ടാവും കുഞ്ഞെ. സാത്താൻ പറഞ്ഞു, ഞാൻ രോഗം വിതറി ദേശം നശിപ്പിക്കും. യേശു പറഞ്ഞു, നീ നശിപ്പിക്കുന്നവനെ ഞാൻ വചനമയച്ചു വിടുവിക്കും. സാത്താൻ രോഗമയക്കുന്നു, ദൈവം വചനമയക്കുന്നു. ഇന്ന് പകൽ ഒരു വശക്ക് സാത്താൻ രോഗമയക്കുമ്പോൾ മറുവശത്ത് ദൈവം വചനമയക്കുന്നു. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ തന്നെ ചിലർ സൗഖ്യമാകുന്നേ. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് വിടുതലുണ്ടാകുന്നേ. ഇന്നത്തെ ആരാധനയ്ക്ക് നടുവില് ആ ദൈവവചനത്തെ ഒന്ന് സ്വീകരിച്ചേ, വചനത്തെ ഉള്ളിലോട്ടൊന്ന് ഉൾക്കൊണ്ട് വചനത്തെ ഹൃദയസ്ഥമാക്കിക്കേ. ആ വചനത്തിലൂടെ ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാവിലെ വചനം വായിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും കൈവക്കത്തില്ല. ഹല്ലേലൂയ. മുടങ്ങാതെ വചനം വായിക്കണം. ഒന്നല്ല, പല ആവർത്തി വായിക്കണം. നിങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവിടെ 50 പ്രാവശ്യം നിർത്തി വായിച്ചാൽ മതി, മനസ്സിലാവും. അല്ലേ അതിനെ മേള് വായിക്കണം, താഴെ വായിക്കണം. ബൈബിൾ വായിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക. ഇരമ്യാവ് പറയുന്നൊരു വാക്യമുണ്ട്, നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഒരാമീൻ പറഞ്ഞാട്ടെ.
നല്ല മട്ടൻ ബിരിയാണി കഴിക്കുന്ന ലാഘവത്തോടെ വേണം ദൈവവചനം ദൈവമക്കൾ കഴിക്കാൻ. ഇരമ്യ പറയാം, നിന്റെ വചനം, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇരമ്യ പ്രവചനത്തിലാണ് ആ വാക്യം, ഇരമ്യാവിൻ്റെ പ്രവചനത്തിലാണ് ആ വാക്യം. നമുക്കത് വായിച്ചു കേൾക്കാം. ഇരമ്യ പ്രവചനം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. രണ്ട് കാര്യം വചനം അകത്ത് വരുമ്പോൾ ഉണ്ടാകും. ഒന്ന്, ഹൃദയത്തിന് സന്തോഷം, മനസ്സിന് ആനന്ദം. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. വചനത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടെത്തി ഭക്ഷിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. നിങ്ങൾക്കറിയോ, ഈ ഗന്നസറേത്ത് തടാകത്തിൻ്റെ കരയിൽ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് നിന്ന ആ സംഭവം അറിയാത്ത ആരും അവിടെ ഇല്ല. പക്ഷെ അവിടെ ഒരു പദമുണ്ട്. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കണം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണെങ്കിലും ആ വാക്യം ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നവൻ കണ്ടു. പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പം ദൈവവചനം കേൾക്കാനുള്ള ആവൽ എല്ലാവർക്കും ഇല്ല, പക്ഷെ ആ വിശപ്പുള്ളവർക്ക് അത് കേൾക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. നിന്നെ ഇന്ന് കർത്താവ് ഇവിടെ കൊണ്ടുവന്നതാ. എന്തിനാ? ഈ വചനം നീ ഒന്ന് ഭക്ഷിക്കാൻ, ഈ വചനം നീ ഒന്ന് പാനം ചെയ്യാൻ. ഈ പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെ എഴുതുന്നേ: വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. അപ്പം 1, വചനം കഴിക്കണം, 2, വചനം കുടിക്കണം. എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്: പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികൾ മുളയിപ്പിക്കുന്നെങ്കിൽ അവർ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഭൂമി മഴയെ കുടിക്കുമോ? കുടിക്കും. അതാ വെള്ളപ്പൊക്കം. കുടിച്ചു കഴിഞ്ഞ് മീതിയാ വെള്ളപ്പൊക്കം. ഹല്ലേലൂയ. ആമീൻ. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിലുണ്ട്: എൻ്റെ വചനം മഴ പോലെ പെയ്യും. അപ്പൊ ദൈവവചനം എന്ന മഴ നിന്റെ മേൽ പെയ്തിട്ട് അത് നീ വലിച്ചു കുടിക്കണം. കുടിക്കുമ്പോഴാണ് നിന്റെ അകത്തുനിന്ന് വേറെ വിത്ത് മുളയ്ക്കുന്നത്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇന്ന് ദൈവവചനം എന്ന മഴയാൽ നിന്റെ വീടിനെ ഒന്ന് കുതിർക്കട്ടെ, നിന്നെ വചനം ഒന്ന് നനയ്ക്കട്ടെ. എന്നിട്ട് നിന്റെ അകത്തുനിന്ന് വേറെ വിലയേറിയ ചിലത് ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇന്ന് വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീടിനകത്ത് അത് വിടുതലായി മാറട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, വചനം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ മഴ നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങളുടെ അകത്തൊന്ന് പുതിയ മുള പൊട്ടു. ആമേൻ, ആമേൻ. ഒരിക്കലും ഇനി തല പൊക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ തല പൊക്കിക്കും വചനം നിങ്ങളുടെ അകത്ത് വന്നാൽ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇന്നെന്തോ കർത്താവിൻ്റെ ആത്മാ പറയാം, വചനത്താൽ ഒരു വിടുതൽ ഇവിടെ ഉണ്ട്. വചനം ഉള്ളിൽ സ്വീകരിച്ചാൽ, നിങ്ങൾക്കറിയാം കർത്താവ് അവിടെ ജനം ഇങ്ങനെ തിക്കുക വചനം കേൾക്കാനായിട്ട്. തിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ നോക്കി, നമ്മളൊക്കെ യോഗം നടത്തിയാൽ ആൾക്കാർക്ക് ആ ഫെസിലിറ്റി കൊടുത്താലേ ആൾക്കാർ യോഗത്തിന് വരത്തുള്ളൂ, അല്ലേ? യോഗത്തിന് ഇരിക്കാൻ കസാര വേണം, വേണ്ടേ? ഫാൻ വേണ്ടേ? AC വേണ്ടേ? കുടിക്കാൻ വെള്ളം വെക്കണ്ടേ? എന്നാലേ വരൂ. യേശുവിൻ്റെ അടുത്ത് ഇതൊന്നുമില്ലായിരുന്നു. മുട്ടുന്നീ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. പിന്നെ യേശുവിൻ്റെ അടുക്കലോട്ട് വന്നെടുത്താ യേശു പറഞ്ഞ്, ശിമോനെ പടക ഒന്നും ഇതാ, ഞാനൊന്ന് കയറിയിരിക്കട്ടെ. പടക് സ്റ്റേജാക്കി. യേശുവിൻ്റെ ഒരു പ്രത്യേകത, എവിടം കൊടുത്താലും അവിടെ നിന്ന് പ്രസംഗിക്കും യേശു. സ്തോത്രം. സ്റ്റേജ് ഹാലജമൽപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കർത്താവിന്. നമുക്ക് അങ്ങനെയൊക്കെ ഫ്ലെക്സി ഫോട്ടോ വെച്ചില്ല ഞങ്ങൾ യോഗത്തിന് വരത്തില്ല, അങ്ങനെയൊന്നും യേശുവിനില്ല. യേശു വള്ളത്തെ കയറി പ്രസംഗം തുടങ്ങി. യേശു വള്ളത്തിൽ, ജനം വെള്ളത്തിൽ. വള്ളത്തിലിരുന്ന് വെള്ളത്തിൽ നിൽക്കുന്ന ജനത്തിന് വേണ്ടി പ്രസംഗിച്ചപ്പം വചനത്തിൻ്റെ വെള്ളം വെള്ളത്തിൽ നിന്നവൻ്റെ അകത്ത് വന്നു. ഇങ്ങോട്ട് സഹകരിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. ഈശോ വള്ളത്തെ നിൽക്കുക. പ്രസംഗം എല്ലാം കഴിഞ്ഞ് വല കഴുകിക്കൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരന് വല കഴുകുന്നതിനിടയിൽ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, വചനം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചപ്പം പ്രസംഗം കഴിഞ്ഞപ്പോൾ യേശു പറയുക, വല ആഴത്തിലേക്ക് ഇറക്കുക. ഒരു പദം, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല,
പക്ഷെ നിന്റെ വാക്ക് ഞാൻ സ്വീകരിക്കുക. വചനം സ്വീകരിച്ചവൻ വല ഇറക്കി. അന്ന് അവന്റെ ശൂന്യത ദൈവം മാറ്റിക്കൊടുത്തു. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന നിന്നോടാ ദൂത്. നീ തല കുനിച്ച സ്ഥലത്തു തന്നെ നിന്നെ ഉയർത്താൻ ദൈവത്തിന് പ്ലാനുണ്ട്. നമ്മുടെ ഇന്നത്തെ രീതിയാണെന്ന് നമ്മൾ പറഞ്ഞേനെ, നിങ്ങളുടെ പടകിന് എന്തോ പോരാട്ടം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം നിന്റെ വള്ളം ചെല്ലുമ്പം മീനെല്ലാം ഓടി മാറുന്നുണ്ട്. വലയ്ക്കൊരു ബന്ധനമുണ്ട്. അത് 4-ാം കെട്ടാന്നാ തോന്നുന്നത്. എന്നൊന്നും ഈശോ പറഞ്ഞില്ല. മനസ്സിലായ? കർത്താവ് പറയാ, ആഴത്തിലോട്ട് വലയിറക്ക്. നീ തോറ്റ അതേ കടലിൽ, നീ പരാജയപ്പെട്ട അതേ വള്ളത്തിൽ, നീ നിന്ന ചുമന്ന അതേ വലയിൽ നീ വിശ്വസിച്ച് നിന്റെ പടക് നിറയ്ക്കാൻ ദൈവം തീരുമാനിച്ചേക്കുക. വചനം ആര് സ്വീകരിക്കുന്ന കുഞ്ഞെ, വചനം സ്വീകരിക്കുമ്പോൾ നീ കരുത്തനാകും, നീ ശക്തിയുള്ളവനാകും. സമ്പത്തുണ്ടാക്കാൻ ശക്തി തന്നവൻ യഹോവയല്ലയോ? ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നോട് കർത്താവിന്റെ ആത്മാവിന്റെ പ്രവചന ദൂത് പോലെ പറയുന്നു, നീ ലജ്ജിച്ചടത്ത് തന്നെ നിന്നെ ദൈവം ഈ വർഷം മാനിക്കും. നീ തല കുനിച്ചടത്തു തന്നെ നിന്റെ തല ദൈവം. എന്തോ ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ സംഭവിക്കട്ടെ, നിന്റെ തലമുറ വിടുതൽ സംഭവിക്കട്ടെ. എനിക്കെന്തോ ദൈവാത്മാവ് പറയുക, ചിലതൊക്കെ പൊട്ടി മാറാൻ പോകുകയാ. ഇന്നിവിടെ വിടുതലുകൾ നടക്കുവാൻ പോകുകയാ. യെസ്, നിന്നെ കെട്ടി വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുന്ന, ഒരു തരത്തിലും നിന്നെ വിട്ടുകൊടുക്കാതെ വണ്ണം നിന്നെ ബന്ധിച്ചേക്കുന്ന ആ അന്ധകാരത്തെ അറുക്കുവാൻ ഇതൊരു ദൈവാഭിഷേകം. ഓ ഹല്ലേലൂയ. വചനം സ്വീകരിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് മെസ്സേജ് നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയണം, ഈ വചനത്താൽ ഒരു വിടുതൽ ഞാൻ ഏറ്റെടുക്കും, ഈ വചനത്താൽ ഒരു സൗഖ്യം ഞാൻ ഏറ്റെടുക്കും, ഈ വചനത്താൽ ഒരു വിടുതൽ ഞാൻ ഏറ്റെടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നോക്കി, സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗമുണ്ട്, അവൻ്റെ പടക് ദൈവം നിറച്ചു, അവൻ്റെ കൂട്ടുകാരുടെ പടക് നിറച്ചു. പത്രോസിനോട് ചോദിച്ചാൽ എങ്ങനെ പടകെന്നറിയോ? ഒരുവന്റെ ആദരത്തിൽ നിന്ന് വീണ വചനം കളയാതെ ഉള്ളിൽ സ്വീകരിച്ചപ്പോൾ ആ വചനം എൻ്റെ കുടുംബത്തിൽ മറുപടിയായി വെളിപ്പെട്ടു. ഇന്ന് നീ ഇവിടെ വന്നത് വചനം പ്രാപിക്കാനാ. വചനം കേൾക്കുമ്പോൾ ആ വചനം നിനക്ക് അത്ഭുത വിടുതൽ തരും. ആ വചനത്താൽ നിനക്കൊരു സൗഖ്യമുണ്ട്, ആ വചനത്താൽ നിനക്കൊരു വിടുതലുണ്ട്. എത്ര നാളായിട്ട് ആന്റി കൈയുടെ പൊക്കാൻ വയ്യാതായിട്ട്? 7 മാസം കഴിഞ്ഞു. പകുതിയെ പൊങ്ങത്തുള്ളൂ. ആ ജീസസ്. ഇന്ന് യേശു സൗഖ്യമാക്കുമെന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ആന്റി ഒന്ന് ചിരിക്ക്. യേശു അല്ലേ ഇതൊക്കെ ചെയ്യുന്നേ, നമ്മളല്ലല്ലോ. കർത്താവേ, നിന്റെ കരം ഈ മകളെ സ്പർശിക്കണേ. ഈ കൈയുടെ വിരലിന്റെ തുമ്പിലോട്ട് നോക്കിക്ക്. കണ്ടോ യേശുവിന്റെ കൈ അവിടെ പിടിക്കുന്ന കണ്ടോ? കണ്ടോ യേശുവിന്റെ കൈ പിടിക്കുന്ന കണ്ടോ? ഞാൻ കൈ എടുത്ത് യേശുവാ. ആ ആ ആ യെസ്. പൊങ്ങട്ടെ, പൊങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ പൊങ്ങട്ടെ. The blood of Jesus. ഇവിടെ അസ്ഥിയുടെ കെട്ടുകൾ പൊട്ടട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. The blood of. താത്തിട്ട് പിന്നെയും പൊക്കിയാട്ട്. ഹല്ലേലൂയ. ആ താത്തിട്ട് പിന്നെയും പൊക്കിയാട്ട്. ആഹാ, ഒന്നുകൂടെ താത്തിട്ടെ. ഹല്ലേലൂയ. നോക്കി, യേശു എന്തോ അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ 3/4% പൊങ്ങി വന്നോ? വന്നോ? ഇപ്പോൾ മാറാത്ത രോഗം സൗഖ്യമാക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ഈ കൈ സൗഖ്യമാകട്ടെ. യെസ്, യെസ്, the name of Jesus. Power. ഇനി താത്തിട്ടോ, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ആന്റിയെ, ഈ കയ്യിലുള്ള ഷോൾഡറിന് എത്ര നാളായിട്ട് വേദനയുണ്ട്? നാളായി തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തോളായി. 1 കൊല്ലമായി. അതുകൊണ്ട് ഈ കൈ പകുതിയെ പൊക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഭയങ്കര വേദനയായിരുന്നല്ലേ? ഇനി ഒന്ന് പൊക്കി കാണിച്ചേ. ഇത്തിരിയേലും വേദനയുണ്ടോ? ഇത്തിരിയേലും വേദനയുണ്ടോ? അപ്പൊ എന്നാ സംഭവിച്ചേ?
ദൈവം സൗഖ്യം തന്നു. യേശു നിങ്ങളെ തൊട്ട് അത്രേ ഉള്ളു കാര്യം. ഇന്നും സൗഖ്യമാക്കുന്ന കർത്താവ്. എത്ര വർഷമായി ഈ കാല് തളർന്നിട്ട്? 6-ാമത്തെ വർഷം ഒരു മുള്ളു ഉണ്ടാർന്നെടുത്തത് ഏതു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു നീര് വലിച്ചു കൂടി ഉടനെ പേട്ട് സമ്പത്തെന്ന് പറയാൻ അങ്ങേരുടെ ആശുപത്രി അവിടെ ചെന്ന് ഓപ്പറേഷൻ ചെയ്തു. ആശുപത്രിയിൽ ഇപ്പൊ ഈ കാല് അനങ്ങത്തില്ല, വലിച്ചോണ്ട് വേണം നടക്കാൻ അല്ലേ? ഈ കാല് വലിച്ചോണ്ടേ നടക്കാൻ പറ്റും. എപ്പോഴും വലിയ മൂന്നിൽ തന്നെ നടക്കുന്നു. ജീസസ് ഹല്ലേലൂയ. കർത്താവേ, ഈ മകനെ സ്പർശിക്കണേ. ഇവന്റെ സ്തംഭിച്ചു പോയ കാല് ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിരുന്നു. തിരുസ്വരം അനുസരിച്ച നമുക്കൊരു ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം തിരിച്ചു വന്നാണ്. തിരുസ്വരം അനുസരിച്ച ഇപ്പൊ ആ കാല് പൊങ്ങിയോ? ഇപ്പോൾ ആ കാല് പൊങ്ങിയോ? 8 വർഷം സ്തംഭിച്ച ആ കാലിനെ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് തോന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കൈവച്ച്, നിങ്ങൾ കൈവെക്കുമ്പോൾ നിങ്ങളുടെ കൈയുടെ മീതെ യേശു കരം വെച്ച് നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. വലിയ മല പോലെ അവർക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം മഞ്ഞുപോലെ ഉരുകിപ്പോകട്ടെ. യേശുവിൻ്റെ നാമം വിജയിച്ച നാമമാണല്ലോ. ഈ നാമത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രതിബന്ധങ്ങളും, എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ വലിയ ശക്തി അവിടെ നിറങ്ങണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ കൂട്ടാളിയാകാം. എന്നും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൽ നിന്ന് ഈ ശുശ്രൂഷയെ സഹായിക്കാം. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ ടീം പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഉടനെ നിങ്ങൾ ഫോൺ വിളിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വചനം ലോകത്തിൽ പരത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. നമുക്കതിനായി കൈകോർക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. നിങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കൂട്ടായി പ്രാർത്ഥിക്കാം, കൂട്ടായി പ്രവർത്തിക്കാം. കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും വർദ്ധനവിനാൽ നിങ്ങളെ വർദ്ധിപ്പിക്കുകയും നിറവിനാൽ നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ. യഹോവ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.